പരിശുദ്ധ കാതോലിക്ക ബാവ തിരുമേനി, മാനേജർ അഭിവന്ധ്യ മാത്യൂസ് മാർ ദേവദോസ് തിരുമേനി, ഈ യോഗത്തിൽ മുഖ്യ പ്രഭാഷണം നടത്തുന്ന ആദരണീയനായ ഡോക്ടർ കെ എം ജോർജൻ, മലങ്കര സഭയുടെ വർക്കിംഗ് കമ്മിറ്റി അംഗമായിരിക്കുന്ന ബഹുമാനപ്പെട്ട തോമസ് കെ ജോൺ സാർ, ആദരണീയനായ കെ പ്രഭാവശൻ, ഗുരു വർഗീസ് സാർ, ആദരണീയരായ അധ്യാപകർ, വൈദിക ശ്രേഷ്ഠരെ, ഗവേണിംഗ് ബോർഡ് അംഗങ്ങളെ, പ്രധാന അധ്യാപികമാരെ, അധ്യാപക ശ്രേഷ്ഠരെ, അനധ്യാപകരെ, സഹോദരങ്ങളെ, മലങ്കര ഓർത്തഡോക്സ് സഭയുടെ സാമൂഹിക പ്രതിബദ്ധതയുടെ പ്രതീകമായി നിലകൊള്ളുന്ന കാതോലിക് MD സ്കൂൾസ് മാനേജ്മെന്റിൽപ്പെട്ട എല്ലാ അധ്യാപകരുടെയും സംയുക്ത യോഗത്തിലാണ് നാം ഭാഗഭാക്കുകളാകുന്നത്. കഴിഞ്ഞ വർഷം മാർച്ച് മാസം 1-ാം തീയതി ഇതുപോലെ ഒരു യോഗം ക്രമീകരിച്ച് ഭംഗിയായി നടത്തുവാൻ നമുക്ക് സാധിച്ചുവെന്ന് പ്രഖ്യാപിച്ചതാണ്. ഇനി മുതലുള്ള മീറ്റിംഗുകൾ ജനുവരി 3-ാം തീയതി ദേവലോകം പെരുന്നാളിനോട് അനുബന്ധിച്ച് നടത്തുന്നതാണെന്നും അതവസരത്തിൽ മാനേജ്മെന്റിൽപ്പെട്ട ഏറ്റവും മികച്ച അധ്യാപകർക്കും പ്രശസ്തമായ വിജയം കൈവരിച്ച സ്കൂളുകളുടെ അഭിമാനമായിട്ട് ഉയർന്നു വന്ന വിദ്യാർത്ഥി സുഹൃത്തുക്കൾക്കും പ്രത്യേകമായ അനുമോദനങ്ങളും അവാർഡുകളും നൽകുന്നതുമാണ് എന്ന് അറിയിച്ചതാണ്. അതനുസരിച്ച് പ്രാവശ്യം യോഗം ക്രമീകരിക്കുവാൻ സാധിച്ചതിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ പ്രതിസന്ധികൾ നിറഞ്ഞ സേവന പ്രക്രിയയിലൂടെ മുന്നേറുന്ന ഒരു കാലഘട്ടത്തിൽ മാനസികമായ ഒരുപാട് വൈഷമ്യങ്ങളും കർമ്മരംഗത്ത് ഒരുപാട് പ്രതിബന്ധങ്ങളും നേരിട്ടുകൊണ്ട് യാത്ര ചെയ്യുന്നതിനിടയിലാണ് നാം ഇവിടെ സന്നിഹിതരായിട്ടുള്ളത്. അതത് സമയത്ത് സർക്കാർ ഇറക്കുന്ന ഉത്തരവുകളെല്ലാം തന്നെ മാനേജ്മെന്റ് സ്കൂളുകളുടെ പ്രവർത്തനത്തെ വളരെ സാരമായിട്ട് ബാധിക്കുന്നു എന്നുള്ളതും ഇന്ന് CBSE തുടങ്ങിയുള്ള ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളോട് കുട്ടികൾക്ക് വന്നിട്ടുള്ള അഭിനിവേശം മുഖാന്തരം കുട്ടികളുടെ എണ്ണത്തിൽ വന്നിട്ടുള്ള കുറവുകൾ അധ്യാപകരുടെ ജീവനമാർഗം സംബന്ധിച്ച സുരക്ഷിതത്വത്തിന് തന്നെ പലപ്പോഴും ഭീഷണിയാവുകയും കൂടി ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ മനസ്സ് തളരാതെയും ആത്മാർത്ഥത നഷ്ടപ്പെടാതെയും സേവനങ്ങൾ നിയോഗമായി കണ്ടുകൊണ്ട് സഭയോടും സമൂഹത്തോടുമുള്ള പ്രതിബദ്ധത പുലർത്തിക്കൊണ്ടിരിക്കുന്ന അധ്യാപക സഹോദരങ്ങളെ അഭിസംബോധന ചെയ്യുന്നതിൽ അതിയായ സന്തോഷവും ചാരിതാർത്ഥ്യവുമാണ്. കാസർഗോഡ് മുതൽ കുണ്ടറ വരെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ആയിട്ട് നിലകൊള്ളുന്ന വളരെ പ്രശസ്തമായ നിലയിൽ പ്രവർത്തിക്കുന്നതും എന്നാൽ കാലഘട്ടത്തിന്റെ പ്രതിസന്ധിയിൽ തളർന്നു പോകുന്നതുമായ വിദ്യാലയങ്ങളെ ഒരു ചരടിൽ പുറത്തിറക്കുന്നത് നിങ്ങളുടെ സമീപനം ഒന്ന് മാത്രമാണ് എന്നുള്ളത് മാനേജ്മെന്റിന് തികഞ്ഞ ബോധ്യമാണ്. ഈ സാഹചര്യത്തിൽ ഇന്ന് ഇവിടെ എത്തിച്ചേർന്ന എല്ലാവരെയും സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ് എന്റെ ചുമതല. ഈ യോഗത്തിന്റെ പ്രസക്തി മാനേജ്മെന്റിന്റെ അഭിമാനമായിട്ട് നിലകൊള്ളുന്നവരെ ആദരിക്കുക എന്നുള്ളതാണ്. നസ്രാണി ട്രോഫി മാനേജ്മെന്റിൽ പ്രശസ്തമായ വിജയം വരിച്ച സ്കൂളുകൾക്ക് ഉള്ളതാണ്. അതിനുവേണ്ടി പ്രയത്നിച്ച അധ്യാപകർ, നിലകൊണ്ട കുട്ടികൾ, ആ സ്ഥാപനം അതിന്റെ എല്ലാവിധമായ പ്രശസ്തിയും അർഹിക്കുന്നു എന്നുള്ളതിന്റെ നിദർശനമായിട്ടാണ് ട്രോഫികൾ വിതരണം ചെയ്യുക. വിദ്യാ അമൃത അവാർഡ് മാനേജ്മെന്റിൽ പ്രശസ്തമായ നിലയിൽ പ്രവർത്തിക്കുന്ന അധ്യാപകർക്കായി ഏർപ്പെടുത്തിയിട്ടുള്ളതാണ്. അതിന്റെ ലക്ഷ്യമെന്ന് പറയുന്നത് പലപ്പോഴും ആത്മാർത്ഥതയ്ക്കും പ്രവർത്തന ശൈലിക്കും അംഗീകാരമില്ല എന്ന് വേദനയോടെ ഓർക്കുന്ന നമുക്ക് നാം ചെയ്ത കാര്യങ്ങളെ ഒന്ന് അവതരിപ്പിക്കുവാനും അതൊരു പരിഗണനയ്ക്ക് വിഷയീഭവിപ്പിക്കുവാനും ആ പരിഗണനയുടെ അടിസ്ഥാനത്തിൽ ഒരു അംഗീകാരത്തിലേക്ക് ഉയർന്നു വരുവാനും കിട്ടുന്ന ഒരവസരമാണ്. പലപ്പോഴും പല ആളുകളും സ്വന്തമായി അപേക്ഷ അല്ലെങ്കിൽ അതിൽ പങ്കെടുക്കുവാൻ വൈമനസ്യം കാണിക്കുന്നത് കൊണ്ട് തന്നെ അപേക്ഷകരുടെ എണ്ണം കുറഞ്ഞു വരുന്നു എന്നുള്ളത് ഒരു പ്രതിസന്ധിയായി നേരിടുന്ന സംഗതിയുമാണ്. എന്നിരുന്നാൽ പോലും ഒരു വിലയിരുത്തലിന് അതൊരവസരമാകുന്നു ലഭിക്കുന്ന അപേക്ഷകളിൽ നിന്ന് എന്നുള്ളത് കൊണ്ട് തന്നെ അത് വളരെ
സഹോദരങ്ങൾക്കുള്ള അംഗീകാരം കൂടി മീറ്റിംഗിൽ വെച്ച് നൽകപ്പെടുകയാണ്. ഈ മീറ്റിംഗിൽ മുഖ്യാതിഥി എന്ന് പറയുവാൻ സാധിക്കില്ല. നമ്മുടെ വിദ്യാഭ്യാസ ഏജൻസിയായിട്ട് തന്നെ പ്രവർത്തിക്കുന്നത് പരിശുദ്ധ കാതോലിക്ക ബാബ തിരുമേനിയാണ്. തിരുമേനിയുടെ സ്നേഹവായ്പും വളരെ ശ്രദ്ധയോടെയുള്ള വീക്ഷണവും അതത് സമയങ്ങളിൽ നൽകുന്ന നിർദ്ദേശങ്ങളും പ്രോത്സാഹനങ്ങളും അതുപോലെ തന്നെ തിരുത്തുവാനുള്ള പ്രേരണയുമൊക്കെ മാനേജ്മെന്റിന്റെ പ്രവർത്തനങ്ങളെ വളരെ ശക്തമായി സ്വാധീനിക്കുന്നു എന്ന് ഏറെ സന്തോഷത്തോടും ആദരവോടും കൂടെ ഓർക്കുകയാണ്. പരിശുദ്ധ പിതാവ് ഇന്ന് ദീർഘമായ ആരാധനയ്ക്ക് ശേഷം കൃത്യസമയത്ത് തന്നെ ഞാൻ പറയട്ടെ, അധ്യാപകർ എല്ലാവരും കോമ്പൗണ്ടിൽ ഉണ്ടായിരുന്നു. അധ്യാപകർ എത്തിച്ചേരുന്നതിന് മുമ്പ് തന്നെ പരിശുദ്ധ കൊണ്ട് എത്തി എന്ന് പറയുമ്പോൾ ഇത്തരത്തിൽ ഉള്ള ഈ വിധത്തിലുള്ള പ്രവർത്തനങ്ങളെ എത്രമാത്രം ഗൗരവത്തോടെ പരിശുദ്ധ ബാബാതിരുമേനി കാണുന്നുവെന്ന് വ്യക്തം. ഏറെ ആദരവോടും സ്നേഹത്തോടും പരിശുദ്ധ പിതാവിനെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യും. ഈ യോഗത്തിൽ അധ്യക്ഷത പറയുന്ന അധ്യാപകർ മുമ്പോട്ട് കടന്നിരിക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. ഏറ്റവും മുമ്പോട്ട് പോരാൻ സീറ്റുകൾ ഇടയ്ക്ക് ഒഴിവാക്കി കിടക്കണം. പരിശുദ്ധ ബാബാതിരുമേനി കൽപ്പിക്കുന്നു, അധ്യാപകർ മുമ്പോട്ട് വന്നിരിക്കും. ഈ യോഗത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് നമ്മുടെ മാനേജർ തിരുമേനി അഭിമന്യ തിരുമനസ്സുകൊണ്ടാണ്. അധ്യാപകർക്കോ നമ്മുടെ മാനേജ്മെന്റിൽപ്പെട്ട ആർക്കും മുഖവരിയുടെ ആവശ്യമില്ല. അഭിമന്യ തിരുമേനിയെ കുറിച്ച് വളരെ ശക്തമായി മറ്റെല്ലാ ചുമതലകൾക്കിടയിലും മാനേജർ എന്നുള്ള നിലയിൽ സ്ഥാപനങ്ങൾക്ക് അദ്ദേഹം നൽകുന്ന കരുതൽ എല്ലാവരോടും പുലർത്തുന്ന സ്നേഹവും പ്രത്യേകം ശ്രദ്ധേയമാണ്. വളരെ സന്തോഷത്തോടുകൂടെ അഭിമന്യ തിരുമേനിയെ ഈ യോഗത്തിന്റെ അധ്യക്ഷ പദവിയിലേക്ക് സ്വാഗതം ചെയ്യും. ഇന്ന് മുഖ്യ പ്രഭാഷണം നടത്തുന്നത് പലവിധ സഭയുടെ അഭിമാനമായിരിക്കുന്ന പന്തിനായ ഡോക്ടർ കെ എൻ ഗോവിന്ദച്ചനാണ്. വൈദിക സെമിനാരിയുടെ മുൻ പ്രിൻസിപ്പൽ, അന്താരാഷ്ട്ര രംഗങ്ങളിൽ സഭയുടെ സജീവമായ സാന്നിധ്യം, മികച്ച ചിന്തകളിലൂടെ ക്രൈസ്തവ വേദശാസ്ത്രത്തിന് പുതിയ മാനം നേടിത്തന്നുകൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട അച്ഛനോട് ഇന്നത്തെ പ്രത്യേക സാഹചര്യത്തിൽ ആധുനിക വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ നേരിടുന്ന പ്രതിസന്ധികളിൽ മൂല്യം നഷ്ടപ്പെടാതെ മുന്നേറുവാനുള്ള പ്രചോദനത്തിന് ആധാരമായ ചില വാക്കുകൾ സംസാരിക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ, അഭിവൃദ്ധി മാനേജർ തിരുമനസ്സുകൊണ്ട് ആവശ്യപ്പെട്ടപ്പോൾ വളരെ സന്തോഷത്തോടെ സ്വീകരിക്കുകയുണ്ടായി. നേരത്തെ തന്നെ ബഹുമാനപ്പെട്ട അച്ഛനെത്തി. എന്റെ ഗുരുനാഥൻ കൂടിയായിരിക്കുന്ന അച്ഛനെ വളരെ സന്തോഷത്തോടുകൂടെ ഇന്നത്തെ മുഖ്യ പ്രഭാഷണത്തിനായി സ്വാഗതം ചെയ്യും. ഇന്ന് ആശംസ അറിയിച്ചുകൊണ്ട് സംസാരിക്കുന്നത് സഭയുടെ വർക്കിംഗ് കമ്മിറ്റി അംഗം കൂടിയായിരിക്കുന്ന ബഹുമാനപ്പെട്ട തോമസ് ടി ജോൺ സാറാണ്. ദേവലോകം അരമലയുടെ തൊട്ടടുത്ത് താമസിക്കുന്നു. പലകര സഭയുടെ അഭിമാനമായി വളർന്നുകൊണ്ടിരിക്കുന്ന ദേവലോകം പബ്ലിക് സ്കൂളിന്റെ പ്രധാനപ്പെട്ട ചുമതലക്കാരനായി അതിന്റെ പുരോഗതിക്ക് നേതൃത്വം നൽകുന്നു. സെന്റ് വിക്സ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ഡയറക്ടറായി പ്രവർത്തിക്കുന്നു. പലകര സഭയിൽ അദ്ദേഹത്തിന്റെ സാന്നിധ്യവും വാക്കുകളും ചിന്തകളും ക്രിയാത്മകമായി പ്രയോജനപ്പെട്ടുകൊണ്ടിരിക്കുന്ന നാളുകളാണ്. ഇന്നത്തെ യോഗത്തിൽ സംബന്ധിക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ വളരെ സന്തോഷത്തോടെ സ്വീകരിച്ച അദ്ദേഹത്തെ തോമസ് ടി ജോൺ സാറിനെയും ഈ യോഗത്തിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യും. കേന്ദ്രീയഘോഷനായിരിക്കുന്ന ബഹുമാനപ്പെട്ട കെ എബ്രഹാമൻ മാനേജ്മെന്റിൽപ്പെട്ട എല്ലാ അംഗങ്ങൾക്കും ഏറെ സുപരിചിതനാണ്. അനേക വർഷങ്ങളായി ഗവേണിംഗ് ബോർഡ് മെമ്പറായിട്ടിരിക്കുന്ന, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തി പരിചയവും അനുഭവ സമ്പത്തും അനേകമുള്ള ബഹുമാനപ്പെട്ട അച്ഛന്റെ സാന്നിധ്യത്തെ ഏറെ ആദരിക്കുന്നു. ഗവേണിംഗ് ബോർഡ് അംഗം കൂടിയായിരിക്കുന്ന ബഹുമാനപ്പെട്ട കെ എബ്രഹാമത്തിനെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യും. ബഹുമാനപ്പെട്ട ഫിലിപ്പ് വർഗീസ് സാറ് MD സെമിനാരി ഹൈസ്കൂൾ ഹെഡ് മാസ്റ്ററായിട്ട് സേവനമനുഷ്ഠിക്കുന്നു. ബഹുമാനപ്പെട്ട സാറിനെ സ്വാഗതം ചെയ്യുന്നു. ഗവേണിംഗ് ബോർഡ് അംഗം ബഹുമാനപ്പെട്ട മുഹമ്മദ് ലോയിസ് കുര്യാക്കോസച്ചൻ സന്നിഹിതനാണ്. ബഹുമാനപ്പെട്ട അച്ഛനെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. വന്നിരായ
സ്വാഗതം ചെയ്തുകൊണ്ട് ഇതിന്റെ നടത്തിപ്പിൽ സഹകരിച്ച എല്ലാവരോടുമുള്ള സന്തോഷം അറിയിച്ചുകൊണ്ട് വാക്കുകളെ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. Thank you, Father. Now, I request His Grace Matthews Matthews Metropolitan to give his presidential address. His Grace now serves as the manager of the Catholic Elementary Schools. എൻ്റെ ഗുരുനാഥൻ കൂടിയായ പ്രിയപ്പെട്ട ഡോക്ടർ കെ ജോർജ് അച്ഛൻ, വന്യനായ കെ എ അബ്രഹാം അച്ഛൻ, വന്യ മോഹൻ ജോസഫ് അച്ഛൻ, ഓണത്തിൽ അച്ഛൻ, തോമസ് ജോൺസ, സഭയുടെ കാതോലിക് ഫാമിലി സ്കൂൾസ് കോർപ്പറേറ്റ് മാനേജ്മെന്റിലെ ഓഫീസിൽ എല്ലാ കാര്യങ്ങളും ശ്രദ്ധ നീക്കുന്ന പ്രിയപ്പെട്ട കുറിയോക്ക സഭ ഉൾപ്പെടുന്ന സ്റ്റാഫ് അംഗങ്ങൾ, സഭയുടെ അഭിമാനമായ കാതോലിക് ഫാമിലി സ്കൂൾസ് കോർപ്പറേറ്റ് മാനേജ്മെന്റിലെ പ്രധാന അധ്യാപികമാർ, ഞങ്ങളെല്ലാം സ്നേഹവും ആദരവും ഏറ്റുവാങ്ങുന്ന പ്രിയപ്പെട്ട ടീച്ചേഴ്സ്, സമ്മാനക്കാരായ കുട്ടികൾ, സ്നേഹിതരെ, ഒരു വലിയ പരിശുദ്ധന്റെ ഓർമ്മ ദിവസത്തിൽ പരിശുദ്ധ ബാബ തിരുമേനിയുടെ കൂടി ആഗ്രഹമായി എല്ലാ വർഷവും നസ്രാണി ട്രോഫി വിതരണവും ബെസ്റ്റ് ടീച്ചർ അവാർഡ് വിതരണവും ഒക്കെ ആ പരിശുദ്ധന്റെ കബറിടത്തിന്റെ സാന്നിധ്യത്തിൽ തന്നെ നടത്തുവാൻ സാധിക്കുന്നത് ദൈവത്തിൻ്റെ വലിയ കൃപയാണ്, കരുണയാണ്. ആ കരുണയെ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ദീർഘമായി സംസാരിക്കുന്നില്ല. നിങ്ങൾ ഞാനും ആഗ്രഹിക്കുന്നത് പരിശുദ്ധ ബാബ തിരുമേനിയുടെ അനുഗ്രഹ വാക്കുകളോടൊപ്പം നിങ്ങൾക്കും എനിക്കും ഏറ്റവും ശ്രദ്ധേയമായ ചിന്തകൾ പകർന്നു തരുവാൻ ദൈവം നിയോഗിച്ച നമുക്ക് പ്രിയപ്പെട്ട ഡോക്ടർ കെ ജോർജ് ലൈഫ് സ്പീക്സ് വോളിയൂംസ് എന്ന് മഹാന്മാരുടെ പരിശുദ്ധന്മാരുടെ ജീവിതത്തെക്കുറിച്ച് ഒരു ചൊല്ലുണ്ട്. ഇത് കുട്ടികളെ നാം പഠിപ്പിക്കുന്നതാണ്. ലൈഫ് സ്പീക്സ് വോളിയൂംസ്, ജീവിതം വാല്യങ്ങൾ സംസാരിക്കുന്നു. കുറിച്ചി ബാവ, കല്ലശ്ശേരി ബാവ എന്നൊക്കെ ഓമന പേരിൽ അറിയപ്പെടുന്ന ആ മഹർഷി വര്യന്റെ പരിശുദ്ധ ബസേലിയോസ് ഗീവർഗീസ് ദിവ്യൻ ബാബ തിരുമേനിയുടെ 50ാമത് ചരമ വാർഷിക ദിവസമാണെന്ന് ബാബ തിരുമേനിയുടെ ശ്രദ്ധേയമായ പ്രസംഗം വിശുദ്ധ കുർബാന മധ്യേ നിങ്ങൾ ഞാൻ ശ്രദ്ധിച്ചതാണ്. ഭാരത ഋഷിപുങ്കവൻ ഒരു മഹർഷി ആരാണ് എന്താണ് എന്ന് ആ മഹർഷി വര്യന്മാരുടെ കണ്ണിന്റെ ബാബ തിരുമേനിയുടെ വാക്കുകളിൽ പറഞ്ഞാൽ അവസാനത്തെ കണ്ണി പരിശുദ്ധ ബസേലിയോസ് മാർത്തോമാ ബസേലിയോസ് ഗീവർഗീസ് ദിവ്യൻ ബാബ തിരുമേനിയാണ്. ആ ജീവിതത്തിന്റെ ഏടുകൾ മറിച്ചു നോക്കുമ്പോൾ ഒരു ഗുരു, ഒരു ശിഷ്യൻ എങ്ങനെയായിരിക്കണമെന്ന് അദ്ദേഹം നമ്മെ പഠിപ്പിക്കുന്നു. വലിയ ഗുരുവര്യനായ പരിശുദ്ധനായ തിരുമേനിയുടെ പാദപീഠത്തിൽ ഇരുന്നു കൊണ്ട് ഗുരുദർശനം അത് പ്രകാശമായി സ്വീകരിച്ച മഹാപരിശുദ്ധനാണ് കുറിച്ചി ബാവ. തിരുമേനി തൻ്റെ പരിശുദ്ധമായ ജീവിതത്തെ പ്രകാശമയമാക്കി സഭയിലെ മക്കൾക്ക് മാത്രമല്ല നാനാജാതി മതസ്ഥർക്ക് വിദ്യയുടെ അറിവിൻ്റെ നാളങ്ങൾ ദീപ്തമാക്കിയ പരിശുദ്ധനാണ്. അതേ പാതയിൽ തന്നെ ആ വലിയ മഹാപരിശുദ്ധന്റെ അരുമ ശിഷ്യനും ഒരു പരിശുദ്ധനായി തീരുമാനത്തവണ്ണം നിത്യസത്യജ്ഞാനമാകുന്ന ദൈവത്തിലേക്ക് നോക്കി അവർ യാത്ര ചെയ്തു. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഞാനും 10 വർഷക്കാലം കുന്നംകുളം ഡെൽനി സെന്റ് ജോൺസ് ഇംഗ്ലീഷ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ പ്രധാന അധ്യാപകൻ എന്നുള്ള നിലയിൽ എൻ്റെ മുമ്പിൽ വന്ന കുഞ്ഞുങ്ങളുടെ മുമ്പിൽ പഠിപ്പിക്കാൻ ഈശ്വരൻ തന്ന ഒരു നിയോഗം ഞാൻ നന്ദിയോടെ ഓർക്കുന്നു.
എൻ്റെ പരിശുദ്ധ ബാബാതിരിയുടെ അരുമമക്കൾ എന്നുള്ള നിലയിൽ നിങ്ങളുടെ ഉത്തരവാദിത്വം ഒരു അധ്യാപിക എന്ന വാക്കിനേക്കാൾ ഞാൻ ഏറെ ഇഷ്ടപ്പെടുന്നത് ഗുരു എന്ന വാക്കാണ്. ഗുരു ആണെന്ന് പ്രിയപ്പെട്ട കെ.എൻ. ജോർജന്റെ പ്രസംഗത്തിലൂടെ നമുക്ക് തീർച്ചയായിട്ടും മനസ്സിലാവും. ഒന്നുകൂടി മനസ്സിലാവും. ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ മഹാസമ്മേളനം ആദരിക്കലിൻ്റെതാണ്, അനുമോദനത്തിൻ്റെതാണ്, ഗുരുവിനെ ബഹുമാനിക്കുന്നതാണ്. നിങ്ങളെ ബഹുമാനിക്കുന്നു, ആദരിക്കുന്നു. തീർച്ചയായിട്ടും കമ്മ്യൂണിക്കേറ്റ് ആൻഡ് ഇംഗ്ലീഷ് സ്കൂൾസ് കോർപ്പറേറ്റ് മാനേജ്മെന്റ് കുടുംബത്തിലെ ഏക കുടുംബമായി ദൈവം നിയോഗിച്ച ഈ മിഷൻ ഭംഗിയായി ചെയ്യുവാൻ ദൈവം അനുവദിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. ദൈവനാമം നോക്കട്ടെ. വേദിയിലിരിക്കുന്ന പ്രശസ്ത വ്യക്തികളെ, ബഹുമാനപ്പെട്ട അധ്യാപക സഹോദരി സഹോദരങ്ങളെ, ബഹുമാനപ്പെട്ട നമ്മുടെ സഭയിലെ സ്കൂളുകളുടെ പ്രഗത്ഭരായ അധ്യാപകരെയും പ്രഗത്ഭമായ സ്കൂളിനെയും ഇങ്ങനെ ആദരിക്കുവാൻ ഒരു ചടങ്ങ് ഇവിടെ സംഘടിപ്പിച്ചതിന് നേതൃത്വം കൊടുത്ത അഭിവന്ദിയ ദേവദൂതസ്തുതിയെയും ബഹുമാനപ്പെട്ട മുഹമ്മദ് ജോസഫ് അച്ഛനെയും അതിന് പ്രവർത്തിച്ചതിന്റെ സംഘാടകരെ ഞാൻ ആദ്യമായി അഭിനന്ദിക്കുകയാണ്. കാരണം നമ്മുടെ ഓർത്തഡോക്സ് സഭ ആദരിക്കേണ്ടവരെ ആദരിക്കുന്നതിന് വളരെ പിന്നോക്കമായിരുന്നു. നമ്മൾ വിമുഖരായിരുന്നു, അതാണ് സത്യം. പക്ഷെ ആ വിമുഖതയ്ക്ക് ഒരു ചരിത്രം തിരുത്തി കുറിച്ചത് നമ്മുടെ ഇപ്പോഴത്തെ പരമാകൃഷ്ണനായ പരിശുദ്ധ ഭാവാതിരിക്കുകയാണ്. ആദരിക്കേണ്ടവരെ ആദരിക്കണം, അതെത്ര വലിപ്പചർമ്മമില്ലാതെ ആദരിക്കേണ്ടവരെ ആദരിക്കണമെന്ന് സഭയുടെ ചരിത്രത്തിൽ ഒരു പുതിയ ചരിത്രം എഴുതിച്ചേർന്നത് നമ്മുടെ പരിശുദ്ധ ഭാവാതിരിക്കുകയാണ്. അതിന് നമ്മളെല്ലാവരും തന്നെ ഭാവാതിരിക്കുന്നതിനോട് കടപ്പെട്ടിരിക്കുകയാണ്. കാരണം നിങ്ങളെ ആദരിച്ചാൽ മാത്രമേ നിങ്ങൾ വാർത്തെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് നിങ്ങൾക്ക് കൂടുതൽ പ്രചോദനം കൊടുക്കാൻ സാധിക്കും. അപ്പോ അത് ഞാൻ ആത്മീയമായിട്ട് പറയുകയാണ്. പ്രത്യേകം ഭാവനയോടുള്ള നന്ദിയും രേഖപ്പെടുത്തുകയാണ്. മറ്റുള്ള ഒത്തിരി കാര്യങ്ങൾ ഭാവനയിൽ ചരിത്രം തിരുത്തി കുറിക്കുന്നുണ്ട്. അത് നിങ്ങളുടെ കുറെ കഴിയുമ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കും. നിങ്ങൾക്കറിയാം, ഈ ബ്രിട്ടീഷ് മിഷണറീസും കത്തോലിക്ക സഭയൊക്കെ 11-ാം നൂറ്റാണ്ടിന്റെ അവസാന കാലഘട്ടത്തിലും 20-ാം നൂറ്റാണ്ടിന്റെ ആദ്യ കാലഘട്ടത്തിലും ഒക്കെ ഇവിടെ സ്കൂൾ എഡ്യൂക്കേഷൻ തുടങ്ങിയ ആ സമയത്ത് തന്നെ ഓർത്തഡോക്സ് സഭയുടെ സ്കൂളുകളായിരുന്നു കേരളത്തിലെ ഏറ്റവും മുൻപന്തിയിൽ നിന്ന സ്കൂൾ. അത് നമുക്കൊക്കെ അഭിമാനിക്കാവുന്നതാണ്. പ്രത്യേകിച്ച് 2 സ്കൂളുകൾ എടുത്തു പറയുകയാണ്. ഒന്ന് കോട്ടയം യുണ്ടി സെമിനറി ഹൈസ്കൂള്, 2 തിരുവല്ല MGM. നമ്മുടെ സഭയിലെ പ്രഗത്ഭന്മാർക്ക് മാത്രമല്ല, പഴയ തലമുറയില് മറ്റുള്ള ഇതര സമുദായങ്ങളിലെ പല പ്രമുഖരും അന്നത്തെക്കാൾ ഇപ്പോഴത്തെ ഈ 2 സ്കൂളിലാണ്. അതായത് ND സെമിനറി സ്കൂൾ ഹൈസ്കൂളും MGM തിരുവല്ല. മറ്റുള്ള നല്ല സ്കൂൾസുകളുണ്ടായിരുന്നു. പക്ഷെ ഇതിനെ എടുത്തു പറയുക. പക്ഷെ ഇപ്പോഴത്തെ സങ്കടകരമായ അവസ്ഥ, ആ 1-ാം നിലയിൽ നിന്ന നമ്മുടെ പല സ്കൂളുകളും അത് റിവേഴ്സ് ഗിയറിലാണ്. നിങ്ങളുടെ ആരുടെയും കുറ്റമല്ല. നമ്മള് അതിന്റെ യഥാർത്ഥത്തിൽ പറയുകയാണെങ്കിൽ, ഞാൻ 5 വർഷം കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രിയുടെ സെക്രട്ടറി ആയിരുന്നു. ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിച്ചു. ഗുണപരാത നിലവാരം കൂട്ട പക്ഷവും വളരെ ചുരുക്കം നടന്നിട്ടുള്ള കാര്യങ്ങളുടെ എല്ലാം യൂണിയന്റെ സമ്മതമില്ലാതെ നടത്താൻ പറ്റുകയാണ്. അപ്പൊ നമ്മള് അന്ന് 2000-ലെ ഒരു സർവേ നടത്തി. ഞങ്ങളുടെ ഇനീഷ്യേറ്റീവില് വിദ്യാഭ്യാസ ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞപ്പോ അവർ ആ സർവേയിൽ കണ്ട ഒരു വിവരമാണ്. 2025 ഭവാനിലൂടെ സൂചിപ്പിക്കുന്നുണ്ടായി എയ്ഡഡ് സ്കൂളിന്റെ നിലവാരത്തെ കുറിച്ച്. 2025 ആകുമ്പോഴത്തേക്ക് ഈ കേരളത്തിലെ 70% ഗവൺമെന്റ് സ്കൂളും എയ്ഡഡ് സ്കൂളും അടച്ചുപൂട്ടും. ഈ സ്ഥിതിയിലേക്ക് നമ്മളെ കൊണ്ട് എത്തിച്ചത് നിങ്ങളുടെ ആരുടെയും കുഴപ്പമില്ല. നിങ്ങളെല്ലാവരും
തിക്തഫലമാണ് നമ്മളിപ്പോൾ കാണുന്ന നിലവാര തകർച്ച. ഞാനിത് പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ 2-3 നമ്മുടെ സ്കൂളുകളുടെ കാര്യം ഞാൻ പറഞ്ഞു, ഏറ്റവും കേരളത്തിലെ പരിശോധനയിൽ നടത്തിക്കൊടുത്ത്, പക്ഷെ ആ യശസ് നമ്മളിപ്പോൾ ഇടിഞ്ഞുപോയി. ആ യശസ് നമുക്ക് എങ്ങനെ തിരിച്ചു പിടിക്കാം എന്നുള്ളതായിരിക്കണം പ്രിയപ്പെട്ട അധ്യാപകര് നിങ്ങളുടെ ഒരു പ്രയോറിറ്റി. ആ പോയ നമ്മുടെ കയ്യിൽ നിന്ന് പോയ യശസ് ഒരിക്കലും മുഴുവനായിട്ട് തിരിച്ചു പിടിക്കാൻ പറ്റത്തില്ല. പക്ഷേ തീർച്ചയായിട്ടും ഭാഗികമായിട്ട് നിങ്ങൾക്ക് തിരിച്ചു പിടിക്കാം. അതിന് 2-3 കാര്യങ്ങൾ ഞാൻ പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് നിർത്തുകയാണ്. മോഹൻദാസ് 5 മിനിറ്റ് ചിലപ്പോൾ 2 മിനിറ്റ് കൂടി എടുക്കും. കാര്യം ഞാൻ ഈ വിദ്യാഭ്യാസത്തിന് ധാരാളം കൈകാണിയിട്ടുണ്ട്. ഇത് മന്ത്രിയുടെ സെക്രട്ടറി എന്നുള്ള നിലയിൽ മാത്രമല്ല, ഞാൻ എൻ്റെ കരിയർ തുടങ്ങിയത് യൂണിവേഴ്സിറ്റി, അന്നൂർ യൂണിവേഴ്സിറ്റി ഉള്ളൂ, തിരുവിതാംകൂർ യൂണിവേഴ്സിറ്റി. അതിൻ്റെ റാങ്ക് ഹോൾഡറായിരുന്നു. ഓട്ടോമാറ്റിക്കായിട്ട് ജോലി കിട്ടി, റിസർച്ച് അസിസ്റ്റന്റ് ലെക്ചർ. അതിനുശേഷം പിന്നെ ഞാൻ വേറെ സീക്രട്ട് സർവീസ് ഗവൺമെന്റ്. അതിനുശേഷം ഞാൻ 89 തൊട്ട് പല സന്ദർഭങ്ങളിലും യൂറോപ്പിലും അമേരിക്കയിലും ഒക്കെ സന്ദർശിച്ചിട്ടുണ്ട്. അവിടെയൊക്കെ പോകുമ്പോൾ ഞാൻ പ്രത്യേകം ശ്രദ്ധിക്കുന്നത്, ഞാൻ യൂറോപ്പിൽ പോയപ്പോൾ 89 ജോർജന്റെ അവിടെ സ്വിറ്റ്സർലൻഡിൽ അവിടുത്തെ പ്രധാനമായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സന്ദർശിക്കാറുണ്ട്. എന്നിട്ട് നമുക്ക് ഇവിടെ കൊണ്ടുവരാൻ പറ്റുള്ളൂ. പക്ഷെ ഞാൻ പറയുന്നത്, നമുക്ക് നഷ്ടപ്പെട്ടോ യശസ് തിരിച്ചു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് 3 കാര്യങ്ങൾ നമുക്ക് അടിയന്തരമായിട്ട് പ്രിയപ്പെട്ട അധ്യാപകർ നിങ്ങൾ ചെയ്യേണ്ടതായിട്ട് മനസ്സിൽ ഓർത്താൽ മതി. നമുക്ക് ഉടനെ ഒന്നും സാധിക്കാൻ പറ്റും. ഒന്നാമതായിട്ട് നമ്മൾ നിങ്ങളെ കുറിച്ചുള്ള ബോധം അതിപ്പോൾ ശരിയല്ല. നിങ്ങൾ മനുഷ്യ ബാബാജിനെ എന്ന് പറഞ്ഞാൽ വളരെ വളരെ വലിയ പദവിയുള്ളവരാണ്. ബാബാജിനെ പറയുന്നുണ്ടായി, പ്രേക്ഷിത വേലക്കാരിലും സുവിശേഷ വേലക്കാരിലും വലിയ വലിയ പദവിയുള്ളവരാണ് അധ്യാപകർ. ആ സെൽഫ് എംപവർമെന്റ്, നിങ്ങളെ കുറിച്ച് തന്നെയുള്ള ഒരു അധികാരം, ആ പദവി എന്നുള്ളത് നിങ്ങളുടെ മനസ്സിൽ സെൽഫ് എംപവർമെന്റ് ഉണ്ടായെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആ കുട്ടികളെ ഈ വലിയ പദവിയിലോട്ട് എത്തിക്കാൻ പറ്റും. സോ നമ്പർ 1, നമ്മുടെ പോയസസ് തിരിച്ചു നിങ്ങളുടെ സെൽഫ് എംപവർമെന്റിനെ കുറിച്ചുകൂടെ ഫീൽ ചെയ്യണം. ഇത് ഞാൻ പറയുന്നത് വെറുതെ പറയുകയല്ല. ഞാനൊരു വലിയ ഡോക്യുമെന്റിനെ ആധാരപ്പെട്ട നിങ്ങൾക്ക് ചിലർക്കൊക്കെ അറിയാമെങ്കിൽ നമ്മുടെ ഇന്ത്യയിലെ വിദ്യാഭ്യാസത്തിന്റെ അടിസ്ഥാന ഡോക്യുമെന്റ് എന്താണെന്നറിയോ? ഇന്ത്യയിലെ സ്കൂൾ വിദ്യാഭ്യാസത്തിന്റെ, ഇന്ത്യയിലെ കോളേജ് വിദ്യാഭ്യാസത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് 1966 കേന്ദ്ര ഗവൺമെന്റ് ആവിഷ്കരിച്ച കൊത്താരി കമ്മീഷൻ റിപ്പോർട്ടാണ്. ഇപ്പോഴും നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ അടിസ്ഥാനം അതാണ്, കൊത്താരി കമ്മീഷൻ റിപ്പോർട്ട് ഓഫ് 1966. അതിലെ ആമുഖത്തിലെ പ്രധാന ഒരു ഭാഗമാണ് ഞാൻ നിങ്ങളോട് ഉദ്ധരിക്കുന്നത്. നിങ്ങൾ ഒരിക്കലും മറക്കരുത്. സെൽഫ് എംപവർമെന്റുമായിട്ട് കണക്ട് ചെയ്താൽ പറയുന്നത്. നിങ്ങൾ വിചാരിക്കുകയും 6 പറഞ്ഞൊക്കെ ഞങ്ങൾക്ക് പ്രവചനം പറഞ്ഞൊക്കെ ഞങ്ങൾക്ക് അറിയാവുന്നത്. പക്ഷെ അതല്ല, അതിന്റെ യഥാർത്ഥ അന്തസത്യമാണ്. ഞാൻ കൊത്താരി കമ്മീഷൻ ആമുഖത്തിൽ 15 എന്നറിയാമോ? The destiny of a nation is made in the classroom. ഒരു രാജ്യത്തിന്റെ ഭാവി ഒരു ക്ലാസ് റൂമിലാണ് രൂപാന്തരപ്പെടുത്തുന്നത്. അപ്പൊ നിങ്ങളും അധ്യാപകരും കുട്ടികളും കൂടെ ചേർത്താണ് ഒരു രാജ്യത്തിന്റെ ഭാവി എന്നത്. അല്ലാതെ പ്രധാനമന്ത്രിമാരോ പ്രസിഡന്റുമാരോ മന്ത്രിമാരോ IASകാരോ IPSകാരോ ഒന്നും അല്ല. അപ്പൊ നിങ്ങൾക്ക് ആ ഒരു കൊത്താരി കമ്മീഷൻ എന്ന് പറഞ്ഞാൽ ചിലർ നടക്കുന്നൊന്നുമല്ല. ആ കമ്മീഷൻ റിപ്പോർട്ടിലെ പ്രസക്ത ഭാഗമാണ്. ഞാൻ അതിന്റെ കൂടെ കൂട്ടിച്ചേർന്ന് ഒരു കാര്യങ്ങൾ പറയാം. The destiny of a country is made in the classroom എന്ന് പറഞ്ഞാൽ ഞാൻ കൂട്ടിച്ചേർക്കുകയാണ്. Destiny of every family is made in the classroom. The destiny of our church is made in the classroom. യോഗത്തിനോട് സംസാരിക്കുകയുണ്ടായി. നമ്മുടെ സഭയില് നമ്മുടെ ആധ്യാത്മിക അടിത്തറ പഠിപ്പിക്കും, സൺഡേ സ്കൂളുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ നിങ്ങളുടെ ക്ലാസ് റൂമിലെ ടീച്ചിങ് കൊണ്ട് മാത്രമേ നമ്മുടെ സഭാമക്കളെ യഥാർത്ഥ സഭാമക്കളാക്കാൻ പറ്റുള്ളൂ. അപ്പൊ നമ്പർ 1, നിങ്ങളുടെ സെൽഫ് എംപവർമെന്റ്. You create the destiny of the country with your students. ആ ഒരു വലിയൊരു പദ്ധതി നിങ്ങൾക്കുണ്ട് എന്നുള്ള ഒരു അവബോധം നിങ്ങളുണ്ട്. നമ്പർ 2, നിങ്ങൾ
എല്ലാവർക്കും അറിയാം, ഒരു അറിവിന്റെ 21ാം നൂറ്റാണ്ടെന്ന് പറയുന്നത് അറിവിന്റെ നൂറ്റാണ്ടാണ്. പക്ഷെ അത് ചുമ്മാ പറഞ്ഞാൽ പോരാ, അറിവ് എവിടെയാ നിൽക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കണം. ഈ അറിവിന്റെ വേഗത, എത്ര വേഗത്തിലാണ് അറിവ് സഞ്ചരിക്കുന്നത്, പുതിയ പുതിയ അറിവ്, അതാണ് മനസ്സിലാക്കുന്നത്. 100 വർഷം മുമ്പ് നമ്മുടെ ലോകത്തുള്ള സകല നോളജും കൂടെ 12 വർഷത്തിലൊരിക്കൽ ഇരട്ടിക്കും. 100 വർഷം മുമ്പ് അത് പിന്നീട് 8 വർഷത്തിലൊരിക്കൽ ഇരട്ടിക്കും, പിന്നീട് 6 വർഷത്തിന്, ഒരു 25 വർഷം മുമ്പ് അത് 3 വർഷത്തിലൊരിക്കൽ ലോകത്തുള്ള സകല അറിവ് ഡബിളാകും. ഇപ്പോൾ അത് അറിവ് ഓരോ വർഷവും ഡബിൾ ചെയ്യും. അത് മാത്രമല്ല, യഥാർത്ഥത്തിൽ പറയാൻ നമ്മുടെ ലോകത്തുള്ള അറിവ് എല്ലാ മിനിറ്റിലും ഡബിൾ ചെയ്തുകൊണ്ടിരിക്കും. അതിന്റെ ഒരു അളവുമില്ല ഉണ്ട്. ആധികാരികമായിട്ട് അളവ് തന്നെയാണെന്ന് നിങ്ങൾക്കറിയാം. നമ്മുടെ കമ്പ്യൂട്ടറിൽ ഒരു സെർച്ച് എഞ്ചിനുണ്ട്, ഗൂഗിൾ. മിക്കവർക്കും അറിയാം. ഈ ഗൂഗിള് ഒരു മിനിറ്റില് 36,000 പുതിയ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുക. ഒരു മിനിറ്റില് 36,000 ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുകയാണ് ഗൂഗിള്. പുതിയ അറിവ്. അപ്പൊ ഒരു മണിക്കൂറില് ഈ ഗൂഗിള് എത്ര 2,16,000 ചില്ലുവാനും പുതിയ അറിവുകൾ കൊടുക്കുകയാണ്. അപ്പൊ അങ്ങനെ ഒരു മണിക്കൂറില് 2,16,000 അറിവുകൾ കൊടുക്കുമ്പോ ഒരു വർഷം, ഒരു മാസം എത്രയാകും? ആ സ്പീഡിലാണ് നമ്മുടെ അറിവിന്റെ ലോകം മുന്നോട്ട് പോകുന്നത്. ഈ അറിവിന്റെ ലോകം ഇത്രയും മുന്നോട്ട് പോകുന്നതിന്റെ 2 കാരണം നമ്മുടെ ടെക്നോളജി റവല്യൂഷനും ഇന്റർനെറ്റുമാണ്. ടെക്നോളജി റവല്യൂഷൻ കൊണ്ട് എല്ലാ ദിവസവും നമ്മുടെ ലോകം മാറിക്കൊണ്ടിരിക്കും. അപ്പൊ അത് ഞാൻ രണ്ടാമത് പറയാണ്, നമുക്ക് നഷ്ടപ്പോയ യശസ് തിരിച്ചു പിടിക്കുന്നെങ്കിൽ ഇതിനെക്കുറിച്ച് നിങ്ങൾക്കൊരു ബോധം ഉണ്ടായിരിക്കുക. നിങ്ങളുടെ കുട്ടികളിൽ നിങ്ങൾ ബോധം വളർത്തണം. മൂന്നാമത് ഗ്ലോബലൈസേഷൻ. നിങ്ങൾക്കും അറിയാം, ഇപ്പോഴ് എല്ലാ രംഗങ്ങളും ആഗോളവൽക്കരമാണ്. വിദ്യാഭ്യാസ രംഗത്താണ് ഏറ്റവും കൂടുതൽ ആഗോളവൽക്കരണം. രാജ്യങ്ങളിൽ നിന്നുള്ള ചുവരുകൾ ഇടിച്ചു കളഞ്ഞു. ഇവിടുത്തെ ഒരു നമ്മുടെ ചുങ്കത്തറ സ്കൂളിൽ നമ്മുടെ സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടിയും പാരീസിലെ ഒരു സ്കൂൾ കുട്ടിയും ന്യൂസിലാൻഡിലെ ഒരു കുട്ടിയും തമ്മിൽ വ്യത്യാസമില്ല. അതാണ് യഥാർത്ഥത്തിൽ ഗ്ലോബലൈസേഷന്റെ അർത്ഥം. നിങ്ങൾക്ക് ആ ഒരു അവബോധം ഉണ്ടായിരിക്കണം. ഈ കുട്ടികൾക്ക് ആ ഒരു ഇത് കൊടുക്കണം, ആ ഒരു ബോധം. അപ്പൊ ആദ്യമായിട്ട് നിങ്ങൾക്ക് തന്നെ 3-4 കാര്യത്തെ കുറിച്ച് ഒരു അവബോധം ഉണ്ടായിരിക്കണം. ഞാൻ ഒന്നുകൂടെ പറഞ്ഞുകൊണ്ട് വെക്കുകയാണ്. ഇങ്ങനത്തെ ഈ നമ്മൾ നഷ്ടപ്പെട്ടു പോയ യശസ് തിരിച്ചു പിടിക്കേണ്ടത് ഈ പറഞ്ഞ 3-4 കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ട ഒറ്റ കാര്യങ്ങളേ ഉള്ളൂ. അതാണ് ആറ്റിറ്റ്യൂഡ്. നിങ്ങൾക്ക് എല്ലാവരും ആറ്റിറ്റ്യൂഡ് നമ്മൾ കേൾക്കാം, ചാനലിലൊക്കെ കേൾക്കാൻ ചോദിക്കുന്നുണ്ട്, ബി പോസിറ്റീവ്. പക്ഷെ ഈ ആറ്റിറ്റ്യൂഡ് മാറണമെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിന് ആധികാരികമായിട്ട് അതിനൊരു ഡോക്യുമെന്റ് ഉണ്ട്. 6 വർഷം മുമ്പ് ലോകത്തിലെ ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റി, കഴിഞ്ഞ 3 വർഷമായിട്ട് ലോകത്തിലെ 1ാം നമ്പർ യൂണിവേഴ്സിറ്റിയാണ് ഹാർവാർഡ്. അവർ 6 വർഷം മുമ്പ് ഒരു സർവേ നടത്തി 250 രാജ്യങ്ങളിൽ. ആ സർവേ എങ്ങനെ ഒരു വിദ്യാർത്ഥിക്ക് ജീവിതത്തിൽ സക്സസ്ഫുൾ ആകാവുന്നത് സർവേ. ആ സർവേയുടെ റിസൾട്ട് എന്താണെന്നറിയാമോ? കണ്ടുപിടിച്ചത് നമ്മൾ ഈ സ്കൂളിലും കോളേജിലൊക്കെ പഠിക്കുന്ന ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് നമ്മുടെ ജീവിതത്തിലെ സക്സസിന്റെ 15% ബാക്കി 85% നമ്മുടെ ആറ്റിറ്റ്യൂഡ്. ആറ്റിറ്റ്യൂഡ് 21ാം നൂറ്റാണ്ടിൽ വലിയ കണ്ടുപിടുത്തമാണ്. അതാണ് ഒരു കണ്ടുപിടുത്തമാണ്. നമ്മുടെ ആറ്റിറ്റ്യൂഡ് നമ്മൾ ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നമ്മളെ തന്നെ ചേഞ്ച് ചെയ്യാം. നമ്മൾ വലിയ വലിയ ആൾക്കാരാണ്. അപ്പൊ ഈ മേൽപ്പറഞ്ഞ 3-4 കാര്യങ്ങൾ സാധ്യതമാകണമെങ്കിൽ നമ്മുടെ ആറ്റിറ്റ്യൂഡ് മാറണം. നിങ്ങളുടെ അധ്യാപകരുടെ ആറ്റിറ്റ്യൂഡ് മാറിയെങ്കിൽ മാത്രമേ വിദ്യാർത്ഥികളുടെ ആറ്റിറ്റ്യൂഡ്. നമ്മുടെ വിദ്യാർത്ഥികൾ ആരും മോശമല്ല. ഞാൻ എല്ലാ വർഷവും 3-4 പ്രൊഫഷണൽ കോളേജ് നടത്തുന്നയാള 14,000 പിള്ളേരെ കാണുന്ന ഒരു +2 BA ഗ്രാജുവേഷൻ. നമ്മുടെ ഒരു കുട്ടിയും മോശക്കാരല്ല. നിങ്ങൾ പഠിപ്പിക്കുന്ന ഒരു കുട്ടിയും മോശക്കാർ. പക്ഷെ അവർക്കുള്ള നമ്മുടെ ചുറ്റുപാട് സാഹചര്യം മോശമാണ്. നിങ്ങളുടെ ബേസിക് ആയിട്ട് അവരുടെ ആറ്റിറ്റ്യൂഡ് മാറ്റി നിങ്ങൾ മെഡിക്കലാണ്. നിങ്ങൾ കണ്ടക്ട് ചെയ്യേണ്ടത് നിങ്ങളുടെ കൗണ്ടർ പാർട്ട് പാരീസിലും സിംഗപ്പൂരിലും ദുബായിലുള്ള പിള്ളേരാണ്. അല്ലാതെ വാഗത്താനത്തോ
ചെങ്ങന്നൂരോ തിരുവല്ലായിലല്ല, അങ്ങനെയുള്ള ഒരു അവബോധമുണ്ട്. ഞാൻ ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. നിങ്ങൾ ഇവിടെ ഇപ്പോൾ ഈ പ്രശസ്തമായ സേവനം അനുഷ്ഠിച്ച് അഭിനന്ദനം അറിയിക്കുന്ന എല്ലാ അധ്യാപകരെ അഭിനന്ദിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു അനുഗ്രഹപ്രദമായ പുതുവത്സരം ആശംസിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ നടത്തുന്നു. കാതോലിക്ക ലൈബ്രറി സ്കൂൾസ് വിദ്യാമൃത അവാർഡ് 2013 ഹയർ സെക്കൻഡറി വിഭാഗത്തിലെ ആ അവാർഡിന് അർഹനായിരിക്കുന്നത് ശ്രീ ജേക്കബ് ജോൺ, SSSC സോഷ്യോളജി, കാതോലിക്കയിലെ HSS പത്തനംതിട്ട. സാർ പ്രിൻസിപ്പൽ ജേക്കബ് സാർ, രണ്ടാമത്തേത് ഹൈസ്കൂൾ വിഭാഗത്തിലെ ശ്രീ ഫിലിപ്പ് വർഗീസ് കെ, ഹെഡ്മാസ്റ്റർ MD സെമിനാരി HSS കോട്ടയം. പ്രൈമറി വിഭാഗത്തിൽ ശ്രീ ജോയി സെബാസ്റ്റ്യൻ കെ, ഹെഡ്മാസ്റ്റർ സെന്റ് തോമസ് LTS നെല്ലിപ്പോയി കോഴിക്കോട്. സാർ വന്നിട്ടുണ്ടോ? സാറിന് താങ്ക് യു. Trophy. Mark Violations Trophy, that is the second place in SSLC, goes to MGM HSS Tiruvalla. 99.7%. Trophy, that is third place in SSLC, goes to Metropolitan HSS Puttangal. They have scored 99.4% marks. The Saviour's Trophy to the best high secondary school, that is result, sports and cultural activities all together, goes to MD Seminary High Secondary School, Koppam. K.K. John Memorial Trophy for the best school goes to MGM HSS Tiruvalla. His Holiness Basilius Kivali Second Memorial Ever Rolling Trophy for Science goes to MGHSS Tumhavan, 98%. His Holiness Basilius Marthoma Matthews First Memorial Ever Rolling Trophy for Commerce goes to St. Bernard's HSS Venica, 100%. His Grace Matthew Small Governors Memorial Ever Rolling Trophy for Humanities goes to RM HSS Vadapur, 89%. Mede K.M. John Memorial Ever Rolling Trophy, that is meant for Malayalam medium, goes to MGP High School for Boys, Kundra. 100% results. Diwan K.V. Varghese Patwandu Memorial Ever Rolling Trophy for the highest number of A+ in both high school and HSS. That is 23 full A+ goes to MD Seminary High Secondary School, Koppam. Rachel Samuel Trophy for Hindi, that is 100% Hindi goes to MGM HS Puduvai.
for cultural activities goes to MD Seminary again, High Secondary School, Copying. Organ Memorial Trophy for RMTTI Madhur goes to RMTTI Madhur. Sangama Memorial Trophy goes to MSS TTI Kalahara. Now, full acres for high secondary students for the year 2013. MD Seminary High Secondary School, Kottayam. Nakul S. Biology. For biology, science. Roshan Mohammed. Science. For science. Arya Ajit. For science. Vijay N. Abraham. For science. Paul T. Dukla for science, Varun C. Gopal for science, Milo L. Satyendra for science, Hannah Thomas for science. Mevin G. Monson for computer science, Abu P. Kurian for computer science, Amrit Kumar S. for computer science, Riju Michael for computer science, Rijo Rajumon for computer science. Next school is Metropolitan HSS Kutanla, Linda Elizabeth Thomas for science. Sandra D.H. for science. Annika Rachel Alex for science. Mary Lynn Pelican for commerce. Navya Krishnan H. for computer science. Next school, RMHS Vadavapur, Anjut Saji for science. Next school, MGHSS Tumbuman, Hilda Maria Vargas for commerce.
Catholic HSS Patanamthita, Vichy Wilson Daniel for science, Renju Raju for science, Anu John for science, Gina Mary Jacob for science, Akhil P. Santosh for science, Rajalakshmi P. for science, Mahanas Mumtaz for commerce, Devoti Soman for humanities. Saint Bernard's HSS Venukulam, Pavitra V for science, Arun U for science, Seville Matthew Simon for science, Nizamon KS for science, Harsha Reddy for commerce, Lino Commerce for commerce, Regita R for commerce, Samantha Sam Krishna for commerce. Now full marks in all subjects. Metropolitan HSS Potenkau, Anjana M for computer science and Roshan Rachel Borges for biology. Full marks in all subjects from the school MD Seminary High Secondary School, Gokul Raj KR for computer science. Now A+ for all subjects in SSLC exam. MG HSS Umman Shilpa Prakash, Rija R. Metropolitan HSS Potenkau, Feba Elsa George. St. Paul's HSS Warur, Reshma Raj. MGD HS for boys Pundra, Justin John, Mithun M, Sujin Raj, Jay Jesus, Jijol Joy, Nikhil GH, Praveen N, Sergeant James, Anu S. Pittai, Gigi Johnson, Vishnu M. Catholic HSS Patanamthita, Aparna KS, Akhila Mariam Sarjan, John C. Anna Johnson. St. Thomas HS, Karthikapalli, Fatima A, Lakshmi M. MGM HSS Tiruvalla, Jitin JS, Srinath VR, Jyotish P. Kumar, Rashid Panikar R, Anna Sneha Samuel, Adira B, Feba Sam, Pooja Jain. MD Seminary HSS Kottayam, Akshay R. Nair, Arjun Anil Kumar, Arjun K. Nair, Adira Vijayan, Bimal Jacob, Praisimol K. Shaji, Ramana VR, Rizwan Shiraz,
Yadu Krishnan J. MPMHSS Chundakara, Mariama AC. RMHS Padavur, Pavitra Pavitran, Rose Mary George, Anju Peter, Emmy Hanna Moni, Nino Jose, Ajay Joshi, Ansa K. Amin. NGDHS Puducherry, Narma Sabu. St. George HS Piravalur, Vipin Sadashivan. ഇപ്പോൾ ഈ വർഷത്തെ പ്രശസ്തരായ അധ്യാപകരെ തിരഞ്ഞെടുത്ത് അവർക്കുള്ള അവാർഡുകൾ നൽകുകയാണ്. പ്രസന്റായിരിക്കുന്നത് വിദ്യാപത അവാർഡിന് അർഹരായിരിക്കുന്ന ബഹുമാനപ്പെട്ട ഫിലിപ്പ് വർഗീസ് സാറാണ്. കോട്ടയം MD സെമിനാരി ഹൈസ്കൂളിന് സ്തുത്യർഹമായ നേതൃത്വം നൽകി അതിൻ്റെ അമരക്കാരനായിരുന്ന പ്രശസ്തമായ അനുഭവത്തിലേക്ക് കോട്ടയത്ത് ഈ സ്കൂളിനെ ഉയർത്തിക്കൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട ഫിലിപ്പ് വർഗീസ് സാറിന് മലങ്കര ഓർത്തഡോക്സ് സഭയുടെ കാതോലിക് MD സ്കൂൾസിന്റെ എല്ലാവിധമായ അനുമോദനങ്ങളും ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഈ വർഷത്തെ വിദ്യ അമൃത അവാർഡ് പരിശുദ്ധ കാതോലിക്ക ബാബ തിരുവനന്തപുരത്തുകൊണ്ട് ഇപ്പോൾ സമ്മാനിക്കും. A+ for all subjects in SSLC exam for the school St. Anna's HSS Venikulam, Tani Elsa Thomas, Pranav P, Feba Achu Andrews, Ria Marin Vargas, Karthik R, Aina P Suki, Shehana Shahjahan, Biti Vargas, Arunima P. Now I invite Shri Philip Varghese K, Headmaster of MD SHS Kottayam, for response mood. Secretary Adinaya Mohan Hospital, Purandava Metropolitan High Secondary School Principal Bhagwanapata PhD Sir, ശ്രേഷ്ഠരായ ഗുരുജനങ്ങളെ, MD മാനേജ്മെന്റ് പ്രവർത്തിക്കുന്ന അധ്യാപക സുഹൃത്തുക്കൾ, വളരെ സന്തോഷത്തോടും കാര്യാർത്ഥത്തോടും ആത്മസംതൃപ്തിയോടുകൂടിയാണ് ഈ അവസരം ഇവിടെ നിൽക്കുന്നത്. സഭയുടെ സ്കൂളിൽ ജോലി ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെ വളരെ ഒരു ഭാഗ്യം തന്നെയാണ്. ഇതിന് കാരണം ഇന്ന് അനുഭവപ്പെടുന്നതായ തൊഴിലില്ലായ്മ. കാതോലിക്ക MD സ്കൂൾസിന്റെ ഇന്റർവ്യൂ മിക്കവാറും ഒക്കെ നടക്കുന്നത് കോട്ടയം MD സെമിനാരി ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ചാണ്. 2-3 പോസ്റ്റിന് വേണ്ടി ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന, മണിക്കൂറുകളോളം നീണ്ടു നിൽക്കുന്ന ഇന്റർവ്യൂ കാണുമ്പോൾ ജോലി ലഭിച്ച നമ്മുടെ ഭാഗ്യത്തെപ്പറ്റി ഈ അവസരത്തിൽ ഓർക്കുകയാണ്. അത്രമാത്രം പ്രയാസമേറിയ ഒരു കാര്യമാണ് ഇന്ന് കേരളത്തിൽ ഒരു ജോലി ലഭിക്കുക എന്നുള്ളത്. അതുകൊണ്ട് ആദ്യമായിട്ട് എൻ്റെ മനസ്സിൽ അതാണ് തോന്നുന്നത്. എനിക്ക് ഈ വലിയ സഭയുടെ
സ്കൂളിൽ ജോലി ചെയ്യുവാൻ പല സ്കൂളിൽ ജോലി ചെയ്തതിനു ശേഷം ഒടുവിൽ കോട്ടയം MD സെമിനാരി ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രഥമാധ്യാപകനായിട്ട് ജോലി ചെയ്യാൻ കഴിയും എന്നുള്ളത് ഏറ്റവും വലിയ സന്തോഷം. കാരണം സഭയുടെ തലമുറകളെ വിശേഷിപ്പിക്കാവുന്ന കോട്ടയം MD സെമിനാരി സ്കൂള് 121 വയസ്സിലേക്ക് കയറിയിരിക്കുകയാണ്. അതിന്റെ പഴയ ചരിത്രം തുടർന്ന് തന്നെ പ്രസിദ്ധനായ പട്ടശ്ശേരി തിരുമേനി പ്രധാന അധ്യാപകനായി തുടങ്ങിയ വിദ്യാലയം. ഒന്നാമത്തെ പ്രധാന അധ്യാപകനായിരുന്ന പട്ടശ്ശേരി തിരുമേനിയുടെ പിൻതലമുറയിൽപ്പെട്ട് പോളിക്കോസ് തിരുമേനിയും ഈവാനൂസ് തിരുമേനിയും കണ്ടത്തിൽ KC മാമൻ മാപ്പയിലൊക്കെ പ്രധാന അധ്യാപകരായിരുന്ന കസേരയിൽ 29ാമതായിട്ട് എനിക്ക് ആ ബലഹീനനായ എനിക്ക് ആ സ്ഥാനം പരിശുദ്ധ സഭ നൽകിയപ്പോൾ വളരെ പ്രയാസത്തോടുകൂടിയാണ് ഏറ്റെടുത്തതെങ്കിലും വളരെ സന്തോഷത്തോടുകൂടി എൻ്റെ സ്നേഹനിധികളായ MDയിലെ 1 മുതൽ 12 വരെയുള്ള ക്ലാസ്സിലെ കുട്ടികളും അതോടൊപ്പം തന്നെ അവിടെയുള്ള അധ്യാപകരും പ്രിൻസിപ്പലും MD LP സെമിനാരിയിലെ പ്രധാനാധ്യാപികയും അവിടുത്തെ സ്റ്റാഫും വളരെ നിർലോഭമായ സഹായ സഹകരണമാണ് നൽകുന്നത്. MD സെമിനാരിയുള്ള ഒരു മഹത്വം എന്ന് പറയുന്നത് രാവിലെ എല്ലാവരും ഒരു കൂരയ്ക്കുള്ളിൽ വന്നു നിന്ന് പ്രഭാത പ്രാർത്ഥനയോടുകൂടി ആരംഭിച്ച് പിരിയുന്ന ഒരു സന്തോഷകരമായ ഒരു കാഴ്ച. അതാണ് MD സെമിനാരി ഹയർ സെക്കൻഡറി സ്കൂളിനെ ഒരുമിച്ച് നിർത്തുവാനും അതിനെ വളർത്തുവാനും കഴിഞ്ഞിട്ടുള്ളത് എന്നുള്ള യാതൊരു സംശയമില്ല. അതുകൊണ്ട് പരിശുദ്ധ സഭ ഇന്ന് എന്നെ ആദരിച്ചപ്പോൾ എനിക്ക് അല്ല ആദരവ് കിട്ടിയത് എന്ന് ഞാൻ ഈ അവസരത്തിൽ ഓർക്കുകയായി. കാരണം MD സെമിനാരി ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹെഡ്മാസ്റ്റർ എന്ന നിലയിൽ ഈ അവാർഡ് ലഭിച്ചപ്പോൾ ഞാൻ അവാർഡ് അവിടെയുള്ള എൻ്റെ 1 മുതൽ 12 വരെയുള്ള കുഞ്ഞുങ്ങൾക്കും 1 മുതൽ 12ാം ക്ലാസ് വരെ പഠിപ്പിക്കുന്ന അധ്യാപകർക്കും വേണ്ടി ഞാൻ ഈ അവാർഡ് സമർപ്പിക്കുകയാണ്. കാരണം അവരുടെ ശ്രേഷ്ഠമായ പിന്തുണയും സഹകരണമാണ് MD സെമിനാരിയെ വളർത്തിക്കൊണ്ടുവരാനായിട്ട് സാധിച്ചു. ബഹുമാനപ്പെട്ട തോമസ് ജോർജ് സാർ സൂചിപ്പിച്ചു, സഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സ്കൂളുകളാണ് ഒന്നാണ് MD സെമിനാരി ഹയർ സെക്കൻഡറി സ്കൂൾ. ഈ ചിലപ്പോൾ അഹംഭാവമാണെങ്കിൽ അത് ക്ഷമിക്കുക. ഇന്ന് കോട്ടയം MD സെമിനാരി സ്കൂളിൽ നമുക്ക് കുട്ടികൾക്ക് അഡ്മിഷൻ കൊടുക്കാൻ വയ്യാത്ത ഒരവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാണ്. 2-3 വർഷം കൊണ്ട് നമുക്ക് 470 കുഞ്ഞുങ്ങളെയാണ് MD സെമിനാരി പുതുതായിട്ട് ചേർത്തത്. 1/2 കിലോമീറ്ററിനുള്ളിൽ 15 സ്ഥാപനങ്ങളാണ് കോട്ടയം ടൗണിലുള്ളത്. 1/2 കിലോമീറ്ററിനുള്ളിൽ ഏതാണ്ട് 15 എയ്ഡഡും അൺഎയ്ഡുമായിട്ടുള്ള വളരെയധികം സ്കൂളുകളുടെ നടുക്കാണ് MD സെമിനാരി ഹയർ സെക്കൻഡറി സ്കൂൾ പിടിച്ചത്. അവസരത്തിൽ അവിടെ എത്രമാത്രം കുട്ടികളെ കൊണ്ടുവരാനും അവിടുത്തെ പഠന നിലവാരം മെച്ചപ്പെടുത്തുവാനും മറ്റു വികസന പ്രവർത്തനങ്ങളും സാമൂഹിക പ്രവർത്തനവും ഒക്കെ മെച്ചപ്പെടുത്താൻ കഴിയുന്നത് അവിടുത്തെ നല്ലവരായ അധ്യാപക സുഹൃത്തുക്കളുടെ സഹകരണവും സ്നേഹവുമാണ് എന്നുള്ള യാതൊരു സംശയമില്ല. ഇന്ന് മറ്റു പല സ്കൂളുകളിൽ നിന്നും കുട്ടികൾ TC വാങ്ങി നമ്മുടെ സ്കൂളിലേക്ക് വരികയാണ്. ബഹുമാനപ്പെട്ട തോമസ് സാർ സൂചിപ്പിച്ചു, എയ്ഡഡ് സ്കൂളുകൾ ഒരുമാതിരി പരാജയത്തിലേക്ക് പോവുകയാണ്. അതിന്റെ കാരണം ബഹുമാനപ്പെട്ട അധ്യാപകരോ നമ്മുടെ അധ്യാപക സുഹൃത്തുക്കളോ അല്ല. കാരണം ഇവിടെ ഒരു വലിയ മാറ്റം സംഭവിച്ചിട്ടുണ്ട്. സിലബസിലുള്ള മാറ്റം, സാമ്പത്തികമായ പുരോഗമനത്തിലൂടെ കുഞ്ഞുങ്ങളെ മറ്റു മേഖലയിൽ വിട്ട് പഠിപ്പിക്കാനുള്ള ഒരു ട്രെൻഡ് ഉണ്ടായി. നമ്മുടെ കാതലിക്കായിട്ട് LP സ്കൂൾസിലെ അധ്യാപകരും പ്രധാന അധ്യാപകരും എല്ലാം വളരെയധികം പ്രവർത്തിക്കുകയും അക്ഷീണം പ്രവർത്തിക്കുന്നവരുമാണ്. ആ അവസരത്തിൽ നമ്മുടെ വിദ്യാഭ്യാസ മേഖലയെ കൈപിടിച്ച് ഉയർത്തുവാനൊക്കെയാണ് നമ്മൾ ഈ അവസരത്തിൽ വീണ്ടും പരിശുദ്ധ ബാബാജിനെ സൂചിപ്പിച്ചതുപോലെ പരാതികളും പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാക്കാതെ നമ്മൾ കൂടുതൽ സൂക്ഷ്മതയോടുകൂടി നമ്മുടെ പടവുകൾ ചവിട്ടിക്കയറണം എന്നുള്ളത് ആവശ്യമാണ്. നമ്മുടെ കുഞ്ഞുങ്ങളെ പോലെ കാണുകയും ഓരോ കുടുംബമായിട്ട് കണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ വിദ്യാഭ്യാസത്തിൽ മെച്ചമായ ഒരു രൂപം കൊണ്ടുവരാൻ സാധിക്കുകയും. ഒരു ക്ലാസ്സിൽ 40 കുട്ടികൾ ഉണ്ടെങ്കിൽ ആ 40 കുട്ടികളല്ല, 40 കുഞ്ഞുങ്ങളല്ല, 40 ജീവനല്ല അവിടെ ഉള്ളത്. 40 കുടുംബങ്ങളാണ് എന്റെ മുൻപിലിരിക്കുന്നതെന്ന ബോധം ഓരോ അധ്യാപകനും ഉണ്ടായിരിക്കും. എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം അതിന്റെ പൂർണ്ണമായ ഒരു അബ്സല്യൂട്ടായിട്ടുള്ള ഒരു ഡെഡിക്കേഷൻ എല്ലാ മേഖലയിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വിദ്യാലയങ്ങളിൽ കുഞ്ഞുങ്ങൾ കടന്നു വരും. കുഞ്ഞുങ്ങൾക്ക് രക്ഷകർത്താക്കളോട് നമുക്കൊരു കടപ്പാട് വേണം, വിദ്യാർത്ഥികളോട് കടപ്പാട് വേണം, മാനേജ്മെന്റിനോട് കടപ്പാട് വേണം. നമ്മുടെ മുൻപിലിരിക്കുന്നത് ഓരോ കുടുംബങ്ങളാണെന്നുള്ളൊരു ചിന്തയിൽ നമ്മൾ പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ മേഖലയെ വളർത്തിക്കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഇന്നും ആ ശ്രേഷ്ഠമായ പദവി MD സെമിനാരി ഹയർ സെക്കൻഡറി സ്കൂള് സൂക്ഷിക്കുന്നു എന്നുള്ള
സംശയമില്ല. മറ്റൊരു കാര്യം, ഈ പുലിക്കോട്ടിൽ ജോസഫ് മാർ ദീവനാസ്യോസ് രണ്ടാമൻ തിരുമേനിയുടെ നാമത്തിലുള്ളതായ ഈ വിദ്യാർത്ഥി അവാർഡ് ലഭിച്ചത് MD സെമിനാരിക്കും വളരെയധികം സന്തോഷമുള്ള കാര്യമാണ്. കാരണം ഈ സ്കൂള് സ്ഥാപിച്ചത് പുലിക്കോട്ടിൽ ജോസഫ് മാർ ദീവനാസ്യോസ് രണ്ടാമൻ തിരുമേനിയാണ്. എങ്ങനെയാണ് സ്ഥാപിച്ചത് എന്നുള്ളതൊക്കെ ഞങ്ങളുടെ സ്റ്റാഫിന്റെ മീറ്റിങ്ങിലൊക്കെ ഇടയ്ക്ക് പറയാറ്. പ്രസിദ്ധ പിതാവ് അംശവടിയും മോതിരവും പണയം വെച്ച് വാങ്ങിയ സ്ഥലവും വാങ്ങിയ പണം കൊണ്ടാണ് MD സെമിനാരി ഹയർ സെക്കൻഡറി സ്കൂൾ പണിതുയത്. അഭിനന്ദ പിതാവ് പ്രാർത്ഥിച്ച കണ്ണുനീര് ആ മണ്ണിൽ വീണ് നനഞ്ഞിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും MD സെമിനാരി ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രവർത്തകർക്ക് അവിടെ ഒരു അലംഭാവത്തോടുകൂടിയോ അലസതയോടുകൂടിയോ ഒരു കമ്മിറ്റ്മെന്റ് ഇല്ലാതെ പ്രവർത്തിക്കാൻ സാധിക്കുകയില്ല എന്നുള്ള സംശയമില്ല. അങ്ങനെ പൂർണ്ണമായ ആത്മസമർപ്പണത്തോടുകൂടി MD സെമിനാരി ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകരുടെയും അനധ്യാപകരുടെയും കൂട്ടായ പ്രവർത്തനമാണ് എന്നെ ഈ അവാർഡിന് അർഹനാക്കിയത് എന്നുള്ളതിന് യാതൊരു സംശയവും. കൂടാതെ അവാർഡിന് അർഹമായ മറ്റ് ശ്രേഷ്ഠരായ 2 അധ്യാപകരെ ഈ അവസരത്തിൽ ബഹുമാനപ്പെട്ട ജേക്കബ് ജോർജ് സാറിനെ നെല്ലിപ്പോയിലെ ഹെഡ്മാസ്റ്ററെ ഈ അവസരത്തിൽ പ്രത്യേകം അഭിനന്ദിക്കുന്നു. പ്രസിദ്ധ കൗതുലിക ബാബയുടെ തൃക്കയിൽ നിന്ന് ഈ അവാർഡ് ലഭിക്കുവാനെന്നാണ് ദൈവം സഹായിച്ചതിൽ ദൈവത്തോട് പരമകാരനായ പ്രസിദ്ധ പിതാക്കന്മാരുടെയും എല്ലാവരുടെയും മധ്യസ്ഥത യാചിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വേദിയിൽ ഒരവസരം തന്നതിന് പ്രത്യേക നന്ദിയും രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ വാക്കുകൾ ചൊല്ലുന്നു. നന്ദി, നമസ്കാരം. പുണ്യമായ ഈ ഭൂമിയിൽ ഇന്ന് നാം ഓർമ്മ പെരുന്നാൾ ആചരിച്ച പരിശുദ്ധ പിതാക്കന്മാരുടെ പാവനമായ സ്മരണയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊള്ളുന്നു. പരിശുദ്ധ കാതോലിക്ക ബാവ തിരുമേനി, അഭിവന്യ മാനിക തിരുമേനി, വന്യനായ എബ്രഹാമച്ചൻ, വന്യനായ KM ജോർജച്ചൻ, വേദിയിലും സദസ്സിലുമുള്ള പുരോഹിത ശ്രേഷ്ഠരെ, ബഹുമാന്യരെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ജനുവരി 2 ഇതുവരെ കാതോലിക്ക MD സ്കൂൾസിന് ഒരു ഒഴിവു ദിനമായി അധ്യാപകർ ആഘോഷിച്ചുവെങ്കിൽ ഫീസ്റ്റ് ഓഫ് ലെറ്റേഴ്സ് അക്ഷരങ്ങളുടെ ഉത്സവമായി ഈ ദിനത്തെ വേർതിരിച്ചതിലുള്ള സന്തോഷമാണ് ഇന്ന് ഈ വേദിയിൽ പ്രകടമായി കാണപ്പെടുന്നത്. അധ്യാപകരുടെ ഇത്തരം കൂട്ടായ്മയെ മാനേജ്മെന്റ് വളരെ ഗൗരവത്തോടുകൂടി കാണുകയും അത് അധ്യാപകർക്ക് പ്രചോദനമാവുകയും ചെയ്യുന്നുള്ള വസ്തുത ഈ സമ്മേളനത്തിൽ തുറന്നു സമ്മതിക്കുവാൻ ഞങ്ങൾ എല്ലാവരും ആഗ്രഹിക്കുകയാണ്. അധ്യാപനത്തെ ഒരു ദൈവ നിയോഗമായി കണ്ടുകൊണ്ട് പൂർവ്വപിതാക്കന്മാരുടെ അധ്വാനത്തെ അങ്ങേയറ്റം വിലമതിച്ചുകൊണ്ട് സഭയോടും സമൂഹത്തോടുമുള്ള പ്രതിബദ്ധത മുന്നോട്ട് നീക്കുന്ന ആ പ്രതിബദ്ധതയെ ഉള്ളിലൊരു ദീപനാളം പോലെ സ്വീകരിച്ചിരിക്കുന്ന ഒരു വലിയ സമൂഹമാണ് ഈ കോർപ്പറേറ്റ് മാനേജ്മെന്റിലുള്ളത്. സഭയുടെ ആസ്ഥാനത്തുള്ള ഈ കൂടിവരവ് ഞങ്ങളുടെ പ്രതിബദ്ധതയെയും ഞങ്ങളുടെ മനോഭാവത്തെയും കൂടുതൽ പ്രോജ്വലിപ്പിക്കും എന്നുള്ളതിന് യാതൊരുവിധമായ സംശയവുമില്ല. അക്ഷരങ്ങളുടെ ഈ മഹോത്സവത്തിൽ ഇന്ന് ഈ സമ്മേളനത്തിന് അധ്യക്ഷത വഹിച്ചത് നമ്മുടെ പ്രിയപ്പെട്ട മാനേജർ തിരുമേനിയാണ്. വളരെയധികം സ്നേഹവും വാത്സല്യവും പ്രോത്സാഹനവും മാനേജ്മെന്റിലെ അധ്യാപകർക്കും അനധ്യാപകർക്കും രക്ഷകർത്താക്കൾക്കും വിദ്യാർത്ഥി സമൂഹത്തിനും പകർന്നു നൽകുന്നത് വളരെ നന്ദിയോടെ ഈ അവസരത്തിൽ സ്മരിച്ചുകൊണ്ട് ഈ വൈദ്യവേളയിൽ അങ്ങയുടെ സാന്നിധ്യവും പ്രോത്സാഹനവും അങ്ങേയറ്റം വിലമതിച്ചുകൊണ്ട് ഞങ്ങളുടെ നന്ദി തൃപ്പാദത്തിൽ സമർപ്പിക്കുകയാണ്. ഈ മഹാസമ്മേളനം ഉദ്ഘാടനം ചെയ്തത് പരിശുദ്ധ കാതോലിക്ക ബാവ തിരുമനസ്സാണ്. നമ്മുടെ ഹൃദയസ്പന്ദനങ്ങളെ എത്രമാത്രം തീവ്രമായി പരിശുദ്ധ പിതാവ് വിലമതിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ പ്രതിസന്ധികളെ പറ്റി പോലും വളരെ ഗൗരവമായി പിതാവ് കണ്ടു മനസ്സിലാക്കി എന്നുള്ളത്. അധ്യാപനം എന്ന് പറയുന്നത് ഒരു സുവിശേഷ വേലയാണെന്നുള്ള വലിയ ആത്മീയ തത്വം വീണ്ടും വീണ്ടും നമ്മെ ഓർപ്പിച്ചുകൊണ്ട്
ആ ദൗത്യത്തെ മഹത്തായി കാണുകയും അരിമമക്കളായ നമ്മളെ ആശീർവദിക്കുകയും ചെയ്ത പരിശുദ്ധ പിതാവിന്റെ പ്രചോദനമേറിയ വാക്കുകൾ ഹൃദയത്തിൽ സൂക്ഷിച്ചുകൊണ്ട് പരിശുദ്ധ പിതാവിനോടുള്ള നന്ദിയും കൃതജ്ഞതയും തൃപ്പാദത്തിൽ സമർപ്പിച്ചുകൊള്ളുന്നു. ഈ സമ്മേളനത്തിൽ മുഖ്യ പ്രഭാഷണം നടത്തിയത് സഭയുടെ പള്ളി വീടിന്റെ മുൻ പ്രിൻസിപ്പലാണ്. പന്നിനായ കെ.എം. ജോർജച്ചനെ അധ്യാപക സമൂഹത്തിന് സെമിനാരിയുടെ പ്രിൻസിപ്പൽ എന്ന ഏതാനും വാക്കുകളിൽ ഒതുക്കുക സാധ്യമല്ല. അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളിലെ വാക്കുകൾ നൂറ്റാണ്ടുകൾ നിലനിൽക്കുന്ന വാക്കുകളാണ്. അക്ഷരങ്ങൾ അനശ്വരങ്ങളാണ് എന്ന വാക്യം നാം കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അക്ഷരങ്ങളുടെ ഉടയവനും എന്നും അനശ്വരനാണ്. പന്നിനായ അച്ഛന്റെ ആയുടെ ദീർഘം മുതലുള്ള ഓരോ വാക്കുകളും ഹൃദയത്തിൽ സൂക്ഷിച്ചുകൊണ്ട് അങ്ങ് വാക്കിലൂടെ എഴുത്തിലൂടെ അധ്യാപകരെ കാണുന്ന സ്വപ്നം ഞങ്ങളിലൂടെ സാക്ഷാത്കരിക്കപ്പെടട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി വന്യനായ അച്ഛനോടുള്ള നന്ദിയും ആദരവും ഈ അവസരത്തിൽ പ്രകടിപ്പിച്ചുകൊള്ളുന്നു. ഈ സമ്മേളനത്തിന് ആശംസാ പ്രസംഗം നൽകിയ സഭ വർക്കിംഗ് കമ്മിറ്റി മെമ്പർ തോമസ് ഡി ജോൺസൺ നമ്മുടെ പഴയ യശസ്സിലേക്ക് നാം പിന്തിരിഞ്ഞു നോക്കുകയും ഒരു കുമ്പസാരം എന്നതുപോലെ നമ്മുടെ ചിന്തകളെ വഴി നയിക്കുകയും ചെയ്ത നല്ല വാക്കുകൾ ഹൃദയത്തിൽ സൂക്ഷിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട സാറിനോടുള്ള നന്ദിയും ഈ അവസരത്തിൽ അറിയിച്ചുകൊള്ളുന്നു. ഈ വേദിയെ സമ്പുഷ്ടമാക്കിയ ഒന്നിനായ ഏബ്രഹാം അച്ഛന്റെ സാന്നിധ്യം ഞങ്ങൾക്ക് ആത്മബലമുള്ളതാണ്. സഭയുടെ അഡ്മിനിസ്ട്രേഷൻ, പ്രത്യേകിച്ച് കാതോലിക്ക MD സ്കൂൾസിന്റെ ഭരണരംഗത്തിന് ഏറ്റവും വലിയ ആശ്വാസമാണ് അച്ഛന്റെ സാന്നിധ്യവും അന്തിമമായ വാക്കുകളും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ബഹുമാനപ്പെട്ട അച്ഛന്റെ സാന്നിധ്യത്തെ അങ്ങേയറ്റം വിലമതിച്ചുകൊണ്ട് അച്ഛനോടുള്ള നന്ദിയും പ്രകാശിപ്പിച്ചുകൊള്ളുന്നു. ഈ വർഷത്തെ വിദ്യ അമൃതം അവാർഡ് നേടിയ അർഹരായ നമ്മുടെ അധ്യാപക സുഹൃത്തുക്കളെ അനുമോദിക്കുവാൻ കൂടി ഈ അവസരം ഞാൻ ഉപയോഗിക്കുകയാണ്. പലപ്പോഴും സൂചിപ്പിക്കാറുള്ളതുപോലെ അംഗീകാരങ്ങളും ബഹുമതിയും ഒക്കെ ഏതൊരു വ്യക്തിയുടെയും ഇച്ഛാശക്തിയെയും ആത്മാഭിമാനത്തെയും വർദ്ധിപ്പിക്കും എന്നുള്ളതിൽ സംശയമില്ല. കാതോലിക്ക MD സ്കൂൾസിന്റെ പ്രതാപവും ഐശ്വര്യവും വിളിച്ചറിയിച്ചുകൊണ്ട് ഈ വിദ്യാമൃതം അവാർഡ് നേടിയ ഞങ്ങളുടെ സഹോദരങ്ങളായ കോട്ടയം MD ഹൈസ്കൂളിന്റെ ഹെഡ് മാസ്റ്റർ ഞങ്ങളുടെ ജ്യേഷ്ഠ സഹോദരനായ ഫിലിപ്പ് വർഗീസ, അതുപോലെ തന്നെ കാതോലിക്ക ഹയർ സെക്കൻഡറി സ്കൂളിലെ ഞങ്ങളുടെ സഹോദരനായ ശ്രീ ജേക്കബ് ജോർജ്, നെല്ലിപ്പൊയി LP സ്കൂളിന്റെ ഹെഡ് മാസ്റ്ററായ ശ്രീ ജോയ് സെബാസ്റ്റ്യൻ, ഈ 3 അധ്യാപക സുഹൃത്തുക്കളെയും അങ്ങേയറ്റം അനുമോദിച്ചുകൊണ്ട് അവരോടുള്ള നന്ദിയും ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. നമ്മുടെ അധ്വാനത്തിന്റെ തെളിവായി ഉന്നതമായ നേട്ടങ്ങൾ കൈവരിച്ച നമ്മുടെ പ്രിയപ്പെട്ട കുട്ടികൾ ചുരുക്കം പേരെ ഇവിടെ വന്നിരിക്കുന്നു എന്നുള്ളൂവെങ്കിലും അസാന്നിധ്യത്തിലും സാന്നിധ്യത്തിലും ഈ മാനേജ്മെന്റിന്റെ യശസ് ഉയർത്തിയ അക്കാദമിക് രംഗത്തെ വൈദഗ്ധ്യം വിളിച്ചു കാട്ടിയ പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളോടുള്ള നന്ദിയും ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. പ്രിയപ്പെട്ട അധ്യാപക സുഹൃത്തുക്കളെ, ഈ ദിവസം പ്രചോദനത്തിന്റെ ഒരു ദിവസമാകട്ടെ. എയ്ഡഡ് സ്കൂളിലെ ഒരു അധ്യാപിക എന്നുള്ള നിലയിൽ എയ്ഡഡ് മേഖല ഭരിക്കുന്നു എന്നുള്ള വാർത്ത കേൾക്കുന്നത് വളരെ വേദനാജനകമാണ്. എന്നാൽ ഞങ്ങൾ അധ്യാപകർ വിശ്വസിക്കുന്നത് എയ്ഡഡ് മേഖല മരിക്കുന്നില്ല. എയ്ഡഡ് മേഖലയ്ക്ക് ചില പരിക്കുകൾ പറ്റുന്നുണ്ട്. ആ പരിക്കുകൾ ചികിത്സിച്ച് ഭേദമാക്കാവുന്ന പരിക്കുകളാണ്. എയ്ഡഡ് മേഖല മരിക്കുന്നു എന്നുള്ള വ്യാമോഹം ഈ സമൂഹത്തിലെ സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന അധ്യാപകരെ തൊഴിലാളികളായി കാണുന്ന ഒരു സമൂഹത്തിന്റെ സ്വപ്നമാണ്. അതുകൊണ്ട് തന്നെ എയ്ഡഡ് മേഖല മരിക്കുന്നില്ല. എയ്ഡഡ് മേഖലയെ പറ്റി യാതൊരു വിധമായ ഉത്കണ്ഠയും ഞങ്ങൾക്കില്ല. കാരണം ഞങ്ങളുടെ ആരോഗ്യത്തിന്റെയും ഞങ്ങളുടെ ആത്മാഭിമാനത്തിന്റെയും ഞങ്ങളുടെ അധ്വാനത്തിന്റെയും ഞങ്ങളുടെ ഇച്ഛാശക്തിയുടെയും കാരണമായിക്കൊണ്ട് അടുത്ത നൂറ്റാണ്ടിലും ഇവിടെ നിലനിൽക്കുന്ന ഒരു വലിയ അനശ്വരമായ കോർപ്പറേറ്റ് മാനേജ്മെന്റായി, ഒരു വലിയ കേരളത്തിലെ വിദ്യാഭ്യാസ ഏജൻസിയായി ഈ സഭ ഉള്ളിടത്തോളം കാലം ഈ മാനേജ്മെന്റും ശക്തമായി മുന്നോട്ടുണ്ട് എന്നും
ഞങ്ങളുടെ അധ്വാനവും ഞങ്ങൾക്ക് തന്ന നിയോഗവും ഞങ്ങൾക്ക് തന്ന ഈ വേലയും വിശ്വസ്തയോടുകൂടി ചെയ്തു തീർക്കുമെന്നുള്ള ഉറപ്പ് ഈ അധ്യാപക സമ്മേളനത്തിൽ അഭിമന്യ മാനേജരുടെ മുമ്പിൽ ശുഭപ്രതീക്ഷയോടുകൂടി തൃപ്പാദത്തിൽ വെച്ചുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട അധ്യാപക സുഹൃത്തുക്കളും അനധ്യാപകരും ഒറ്റക്കെട്ടായി മുന്നോട്ട് നീങ്ങിക്കൊണ്ട് ബഹുമാനപ്പെട്ട ഫിലിപ്പ് സാർ പറഞ്ഞതുപോലെ ഞാൻ ജോലി ചെയ്യുന്ന എന്റെ ഹൈസ്കൂളിലും കുട്ടികൾ വരുന്നവർ ഇരിക്കാനിടയില്ലാത്തതുകൊണ്ടാണ് അവിടെ പുതിയ ഡിവിഷൻ തുടങ്ങാത്തത്. വളരെ പ്രത്യാശയോടുകൂടി ഒരുമിച്ച് തന്നെ മുന്നോട്ട് പോയാൽ കേരളത്തിലെ എയ്ഡഡ് മേഖല ഭരിക്കുന്നില്ല. കേരളത്തിലെ എയ്ഡഡ് മേഖലയ്ക്ക് പറ്റിയ പരിക്ക് ചികിത്സിച്ച് ഭേദമാക്കുവാൻ നമുക്ക് ഏവർക്കും സാധിക്കുമെന്നുള്ള ആത്മാഭിമാനം ഹൃദയത്തിൽ സൂക്ഷിച്ചുകൊണ്ട് ഈ കൂടിവരവ് നമ്മുടെ ഇച്ഛാശക്തിക്ക് ഒരു കളങ്കവും വരുത്താതെ ഒരു നിരാശയുടെ നിഴൽ പോലും നമ്മുടെ അധ്യാപന ജീവിതത്തിൽ ഉണ്ടാവാതെ വളരെ സൂക്ഷ്മതയോടുകൂടി ഏൽപ്പിച്ച തൊഴിൽ വിശ്വസ്തയോടെ നമുക്ക് ചെയ്തു തീർക്കാം. കടന്നു വന്ന എല്ലാ അധ്യാപകരെയും അനധ്യാപകരെയും അനുമോദിച്ചുകൊണ്ട് ഈ സമ്മേളനത്തിൽ പങ്കെടുത്തതിനുള്ള സന്തോഷവും അനുമോദനവും അറിയിച്ചുകൊണ്ട് എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ കർത്തവ്യത്തിൽ വിരമിക്കുന്നു. നന്ദി.